ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരു ചിക്കൻ കറി വർക്കാണ് കേട്ടോ. ചിക്കൻ കറി വർക്കിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചിക്കൻ കറി കുർത്തീസൊക്കെ വാങ്ങുന്ന സമയത്ത് അതിലെങ്ങനെയാണോ ചിക്കൻ കറി വർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലത്തെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ വരയ്ക്കുന്ന ആ ഒരു ഡിസൈൻ ഞാൻ തനിയെ വരച്ചുണ്ടാക്കിയ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് കുർത്തി നെക്ക് ചെയ്യാനായിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം, ആ ഒരു ഐഡിയ കൂടി ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഡിസൈൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മൾ പെർഫെക്റ്റായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും സാധിക്കും കേട്ടോ. അതായത് വരയ്ക്കുന്ന സമയത്ത് ഒരു തരി പോലും നീങ്ങിപ്പോകാതെ നോക്കുക. പിന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ബോൾ പിന്നൊക്കെ യൂസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ കാണുന്ന ചെറിയ ഡിസൈനാണ് ഞാൻ ഈ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. ആദ്യം നമുക്കൊന്ന് ചുരിദാറിൻ്റെ നെക്ക് എത്രമാത്രം വേണം എന്നൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഒരു ഏകദേശം നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ നെക്കിൻ്റെ ഒരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. അതായത് എനിക്കൊരു വൈഡ് വി, ആ ഒരു പാറ്റേൺ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ എത്രമാത്രം ഫ്രണ്ടിലെ ഡിസൈൻ ഇറങ്ങി വരണം ആ ഒരു പോയിൻറ്റും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഫ്ലവർ ഡിസൈൻ വരയ്ക്കാനാണ് പോകുന്നത്. പിന്നെ അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ലീഫും സ്റ്റെമ്മും ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിസൈൻ ഉണ്ടെങ്കിൽ കാർബൺ പേപ്പർ അല്ലെങ്കിൽ ട്രേസിങ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. പിന്നെ ലീഫും സ്റ്റെമ്മൊക്കെ നമുക്ക് എപ്പോഴും ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഫ്ലവറിൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോൾ ചില സമയത്ത് അതിൻ്റെ സൈസിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ഫ്ലവർ ഡിസൈൻ എപ്പോഴും ട്രേസ് ചെയ്യുന്നത് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഡിസൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ താഴേക്കും സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ പോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് പിക്ചർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് കാണിക്കാം. കണ്ടോ, ഇനി ഈ പിക്ചർ നമുക്ക് ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഒരു ട്രേസിങ് ഷീറ്റിലാണ്. ആ ട്രേസിങ് ഷീറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ വരണം എന്ന് വെച്ചാൽ ആ പോർഷനിൽ വച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഞാനത് വെച്ചിട്ട് ഒരു 5 ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സൈഡ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് ആ സൈഡിലെ പോർഷൻസും ആ ഒരു സ്റ്റെമ്മും ലീഫും വരച്ചിട്ടുണ്ട്. അതായത് ഒരു നെക്കിൻ്റെ 1 സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഈ നമ്മുടെ ട്രേസിങ് ഷീറ്റ് ഫോൾഡ് ചെയ്താൽ കണ്ടോ, ഇതേപോലെ അതായത് മറ്റേ സൈഡിൽ നമുക്ക് ഡിസൈൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസൈൻ വരയ്ക്കുമ്പോൾ ഒരു സൈഡ് നമ്മൾ വരയ്ക്കുക, എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മറ്റേ സൈഡിൽ നമ്മുടെ പെർമനൻറ്റ് മാർക്കറോ അതേപോലെ അല്ലെങ്കിൽ CD മാർക്കർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഇവിടെ ഞാൻ CD മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. എപ്പോഴും ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഡിസൈൻ കംപ്ലീറ്റ് വരച്ചതിന് ശേഷം വേണം നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് വരയ്ക്കാനായിട്ട്. ക്ലോത്തിൽ ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് അല്ല, നമുക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിക്ചർ ഈ ഏത് ക്ലോത്തിലാണോ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇൻ ബിറ്റ്വീനായിട്ട് കാർബൺ പേപ്പർ വെക്കുക. എന്നിട്ട് വരച്ചാലാണ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ക്ലോത്തിൽ വരയ്ക്കുന്ന സമയത്ത് ബ്ലൂ കാർബൺ ബ്ലാക്ക് കാർബൺ ഒന്നും യൂസ് ചെയ്യരുത്. എപ്പോഴും വൈറ്റ് ഓർ യെല്ലോ കാർബൺ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ യെല്ലോ കാർബണും വൈറ്റ് കാർബണും കുറച്ച് നാൾ നമ്മൾ വാങ്ങി വെച്ചാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, മാർക്കിംഗ് വരുന്ന ഒരു ഇങ്ക് പോലത്തെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ കളറ് തെളിയാതെ വരും. അതായത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ക്ലോത്തിൽ പിക്ചർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് ഈ പ്രിൻറ്റഡ് ക്ലോത്തിൽ ഡിസൈൻ വരച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാമെന്നാണ്. അതായത് എനിക്കൊത്തിരി ചിക്കൻ കറിയുടെ പ്രിൻറ്റഡ് കുർത്തീസ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കാർബൺ പേപ്പർ വർക്കിംഗ് ആവോ ഇല്ലയെന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഈ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്.
അപ്പോൾ ഞാൻ ഈ പിക്ചറെല്ലാം പ്ലേസ് ചെയ്തു, എല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കാർബൺ പേപ്പറും വെച്ചിട്ട് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനു മുമ്പ് ഏത് ക്ലോത്ത് ആണെന്നൊന്ന് കാണിക്കാം. ഇത് കണ്ടോ, സോഫ്റ്റ് കോട്ടൺ ക്ലോത്താണ്. ഇതേപോലത്തെ ക്ലോത്ത്സ് എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ചിക്കൻ കാരി വരുന്നത് വളരെ ട്രെൻഡായിട്ടുള്ളൊരു എന്താ പറയുക ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ഞാനൊരു വർക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാം എന്നുള്ളൊരു സ്പിരിറ്റിലാണ് പെട്ടെന്ന് ഈ ക്ലോത്ത് വാങ്ങിച്ചിട്ട് വന്നു, ഡിസൈൻ വരച്ചുണ്ടാക്കി യെല്ലോ കാർബൺ മേടിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇത് തെളിയാൻ ചാൻസ് ഉണ്ടോയെന്ന്. പക്ഷേ വെച്ച് നോക്കാം, നമുക്ക് വെച്ചിട്ട് ഒരു സൈഡ് വരച്ചിട്ട് അതൊന്ന് ടേൺ ചെയ്ത് നോക്കാം. സക്സസ് ആവുമെന്നറിയില്ല. സക്സസ് ആയാൽ ഈ ക്ലോത്തിൽ വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ക്ലോത്ത്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമലി ചെയ്യുന്നത് പോലെ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചിട്ട് ജസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് വർക്കാണോ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. അതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് പ്ലേസ് ചെയ്യാം, എന്നിട്ട് വർക്കൗട്ട് ആവുമോ ഇല്ലെന്നൊന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ വച്ചിരിക്കുന്നത് പോലെ വേണം ഇതിൻ്റെ കാർബൺ പേപ്പർ വെക്കാനായിട്ട്. കണ്ടോ, അതായത് ക്ലോത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണം അതിൻ്റെ ആ ഇങ്ക് പോലെയുള്ള പോർഷൻ. എന്നിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട് കേട്ടോ. വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഭയങ്കര ഷാർപ്പായിട്ടുള്ള പോയിൻ്റ് ഉള്ള പെൻസിലൊന്നും യൂസ് ചെയ്യരുത്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റ് പ്ലേസിൽ നെക്കിൻ്റെ പോർഷൻ എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബോൾ പിൻസ് യൂസ് ചെയ്തിട്ട് ഇത് ഈ ക്ലോത്തും നമ്മുടെ ട്രേസിങ് ഷീറ്റ് എല്ലാം കൂടി ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ പേപ്പർ വൈറ്റ് ആയിട്ടൊരു അയൺ ബോക്സ് കയറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. എന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഒട്ടും നീങ്ങിപ്പോകാൻ ചാൻസ് ഇല്ല. എങ്കിലും ഞാൻ ഇടയ്ക്കായിട്ട് ഈ ബോൾ പിൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബോൾ പിൻസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാർബൺ പേപ്പറിൻ്റെ മുകളിൽ കയറ്റി പിൻ ചെയ്യരുത്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോത്തിലും ആ ഒരു ഡിസൈൻ പ്രിൻ്റ് പോലെ വരും. അപ്പോൾ അത് കാർബൺ ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് നിങ്ങളത് പ്ലേസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതെല്ലാം വെച്ചതിന് ശേഷം ഒന്ന് വരച്ച് നോക്കാം. വരയ്ക്കാനായി ഞാനൊരു പെൻസിലെടുത്തു, പക്ഷേ എനിക്കതിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പോൾ ഞാനൊരു പെൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പെൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഈ ഡിസൈൻ വരയ്ക്കാറുള്ളത്. അതായത് കാർബൺ വെച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ പെൻ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഈ പിക്ചറിൻ്റെ ചെറിയ ആ പോർഷൻ ഒന്ന് പൊക്കി നോക്കാം കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട് ഇത് തെളിഞ്ഞ് വരുമോ ഇല്ലയെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. പിക്ചർ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ മാത്രം നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാൻ നോക്കിയിട്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല. കണ്ടോ, ശരിക്ക് നല്ല ഭംഗിയായിട്ട് ഈ പിക്ചർ വരണം. അപ്പം ഞാൻ ആ ഒരു പ്ലാൻ മാറ്റി ഇവിടെ 2x2 ഒരു നല്ല മെറ്റീരിയൽ വെച്ചിരിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡ് കണ്ടോ. അപ്പോൾ അതിൽ എനിക്ക് കറക്റ്റായിട്ട് പിക്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ തന്നെ വർക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന്. കണ്ടോ, അപ്പോൾ ഇത് വിസിബിളാണ്. ഞാനപ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പിക്ചർ വരയ്ക്കുവാണ്. എന്നുവെച്ചാൽ ചില വർക്ക് എനിക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ HB പെൻസിൽ എടുത്തിട്ടുണ്ട്. ആ പെൻസിലെടുത്തിട്ട് പിക്ചർ വരയ്ക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ പിക്ചർ ഞാൻ വരച്ച ഡ്രോയിങ് എന്തായാലും ഷോപ്പിൽ പോയിട്ട് A3 സൈസ് പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം എന്ന്. എന്നുവെച്ചാൽ അത് നമുക്ക് ഒത്തിരി പ്രാവശ്യം യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പിക്ചർ വരയ്ക്കുക കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. നമ്മൾ ഫ്രീ ആകുമ്പോൾ ഒറ്റയടിക്കരുന്ന് ഇതേപോലത്തെ ഡിസൈനൊന്നും വരച്ച് തീർക്കാൻ നോക്കരുത്. എന്നുവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ നമ്മൾ സമയം പോലെ വരയ്ക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ നമ്പർ 0255. ഇതിൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരിക്കുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ലൈൻ പോലത്തെ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. നോർമലി നമ്മൾ ചിക്കൻ കാരി വർക്ക് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ടാണ് ഇതേപോലെ ചെയ്യാറുള്ളത്. അപ്പം മേളിൽ ഷാഡോ പോലെ വരും. ഈ കുർത്തീസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേപോലത്തെ ചിക്കൻ കാരി വർക്ക് ചെയ്യുമ്പോൾ കുർത്തിയുടെ പ്രിൻറ്റിൻ്റെ മേളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് കാണുക. അതുപോലെ ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ റെഡിമെയ്ഡ് കുർത്തീസ് ഇതേപോലെ ഡിസൈൻ വന്നിട്ടുള്ള കുർത്തിയുടെ ഒരു പാറ്റേൺ കൂടി ഞാൻ നിങ്ങളെ ഈ വീഡിയോയുടെ എൻഡിലൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ എങ്ങനെയാണോ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ആ ഒരു പാറ്റേണിൽ നമുക്ക് എങ്ങനെ ചിക്കൻ കാരി വർക്ക് ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്.
ഇത് ചെയ്യാനായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ കുർത്തി ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ പോർഷനിൽ കുറച്ച് ലെങ്ത്തിൽ ഇതേപോലൊരു പാറ്റേണൊക്കെ ചെയ്താൽ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ സ്ക്വയർ ടൈപ്പ് കുർത്തിയായാലും ഏത് നെക്കായാലും നമുക്ക് അത് ഇതേപോലെ വരച്ച് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് വരക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് പ്രിൻറ്റഡ് ക്ലോത്തിൽ ചെയ്യണം എന്നാണ്. പക്ഷെ അത് എനിക്ക് ട്രേസിങ് നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് സ്കെയിലും യൂസ് ചെയ്തിട്ട് ഈ സെയിം ഇതേപോലെ പാറ്റേൺസൊക്കെ നമുക്ക് വരയ്ക്കാമെന്ന്. അപ്പോൾ അതും ഞാനൊന്ന് മനസ്സിലിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സക്സസ് ആവുന്നതനുസരിച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, ഞാൻ ചെയ്യുന്ന വീഡിയോസിലെല്ലാം, അതായത് എംബ്രോയ്ഡറി കാണിക്കുന്നതും എൻ്റേതായിട്ടുള്ളൊരു സ്പെസിഫിക് സ്റ്റൈലിലാണ് ഞാൻ കാണിക്കുന്നത്. ഇത് പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർ വീഡിയോ കണ്ടിട്ട് ആ സ്റ്റിച്ച് ഇങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനെയാണത് ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുറേ എംബ്രോയ്ഡറി ഞാൻ പഠിച്ചിട്ടുണ്ട്, എംബ്രോയ്ഡറി കോഴ്സും കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനായിട്ടുള്ളൊരു പാഷൻ കൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വീഡിയോസിൽ നിന്നും നമ്മൾ നേരിട്ട് കാണുന്നതിൽ നിന്നൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പക്ക ഞാൻ എൻ്റെ ഒരു കുർത്തിയുടെ നെക്കിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ചിലരുടെ മെസ്സേജസൊക്കെ ഇങ്ങനെ വരാറുണ്ട്, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ പേര് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സജഷൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്ത് വേണമെങ്കിലും എന്താ പറയുക, നമുക്ക് ഇതിനെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളും അതിന് ഇങ്ങനെയാണിത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ റൂൾസ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതൽ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവണം, എൻ്റെ വീഡിയോ കണ്ടാൽ ഒരാൾക്ക് അതേപോലെ ചെയ്യാൻ സാധിക്കണം, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യുവാണ്. എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വർക്ക് അതെങ്ങനെയാണ് ട്രഡീഷണലായിട്ട് ആളുകൾ ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഒബ്സർവ് ചെയ്തതിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ലൈൻ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റെം സ്റ്റിച്ചിൻ്റെ മേളിൽ ചെറിയൊരു ബഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഒരു 3 സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്താൽ നമുക്ക് ആ ബഡിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ കെയർഫുള്ളായിട്ട് കാണുക. ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ ഇത് ചെയ്യുന്നതൊന്ന് കറക്റ്റായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഈ വർക്കിൽ നമ്മൾ ലീഫ് പോലെ വരുന്ന പോർഷൻസ്, അതായത് ഒരു പെറ്റൽ ഷേപ്പുള്ള പോർഷൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫിഷ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഞാനിതിൽ ലീവ്സും ചെയ്തിരിക്കുന്നത്. അതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ചെയ്യാൻ പോകുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്തോളൂ. ഇതുപോലത്തെ ഡിസൈൻസ് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് നമുക്ക് കുറച്ച് ടൈമും കൂടി ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കുർത്തി അതേപോലെ സാരിയൊക്കെ നമ്മുടേതായ ഡിസൈനിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതേപോലെ ഒത്തിരി പേർക്ക് അറിയേണ്ടത് എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാക്കുന്നത്, ഡിസൈൻ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡ്രസ്സിലുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഇതേപോലെ പാറ്റേൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ട്രേസിങ് പേപ്പർ എടുത്തിട്ട് അത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് മിഡിൽ പോർഷൻ മാർക്കായിട്ടുണ്ട്. പിന്നെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പലതരത്തിലുള്ള നെക്ക് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അതേപോലെ തന്നെ ഈ 2 ലൈൻ പോലെ വരുന്ന പോർഷൻ അത് വരയ്ക്കുന്നതും കാണിക്കാം കേട്ടോ. കണ്ടോ, ഏകദേശം നിങ്ങൾക്ക് ഞാനിത് കാണിക്കുമ്പോൾ ഐഡിയ കിട്ടുന്നുണ്ടാവും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ സ്റ്റെം ചെയ്യുന്നത് കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷൻ ഞാൻ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ എൻ്റെ കുർത്തി നോക്കിയപ്പോഴും എനിക്കതിൽ സ്റ്റെം സ്റ്റിച്ചാണ് അവർ യൂസ് ചെയ്തത് മനസ്സിലായി. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുർത്തിയിൽ ചെയ്യുന്ന സമയത്ത് ഇവർ ഇത്രയും തിക്കായിട്ട് സ്റ്റിച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് റഫായിട്ടാണ് ചെയ്ത് വിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവർ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാനിവിടെ കുറേ സമയം എടുത്തൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇതിൽ നല്ല തിക്കായിട്ടുള്ള ഡിസൈനായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കുർത്തിയുടെ ഡിസൈൻ കൂടി ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ എൻഡിലൊന്ന് ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ടൊരു കമ്പാരിസൺ നടത്താമല്ലോ.
ആക്ച്വലി ഈ വീഡിയോയുടെ പുറകിൽ ഞാനൊരു 3 days ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു CBSE ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല വെയിലുള്ള സമയത്താണ് വന്നത്. അത് കഴിഞ്ഞ് ഡ്രോയിങ് കൂടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായി. ലാസ്റ്റ് മൈഗ്രെയിനൊക്കെ ആയി. അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ, പക്ഷേ എൻ്റെ ചിന്ത മുഴുവൻ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്, തലവേദന ഉണ്ടെങ്കിലും ഈ ഒരു പാറ്റേൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മരുന്നൊക്കെ കഴിച്ച് തലവേദനയൊക്കെ മാറ്റിയിട്ടാണ് ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു പാറ്റേൺ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എന്നെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പുതിയ പുതിയ ഡിസൈൻസ് ആയോ, എപ്പോഴാണ് വീഡിയോ വരുന്നത്, വെയിറ്റ് ചെയ്യുവാന്നൊക്കെ. അപ്പോൾ എനിക്കും അതൊരു സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് തലവേദന ഒന്ന് കുറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡിസൈൻ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിടയ്ക്കൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ കൂടെ അത് ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ പ്രിൻറ്റഡ് കുർത്തിയിലും ഇതേപോലെ വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അതും ഞാൻ ചെയ്ത് കാണിക്കാം. അതേപോലെ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി വാങ്ങിച്ചൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടൈലറെ കൊടുത്തിട്ട് ഫാസ്റ്റായിട്ട് തരാനായിട്ട് പറയണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ ചുരിദാറാക്കി കഴിയുമ്പോൾ എങ്ങനെ വരും എന്നൊക്കെ കൂടി നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ സ്ലീവിൻ്റെ സൈഡിൽ നമുക്ക് ഈ ചെറിയ ഡിസൈൻസൊക്കെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്തുമാത്രം വലിയ ഡിസൈൻ വേണം അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ചിക്കൻ കറി വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി അവർ ടൈ ചെയ്യാറേ ഇല്ല. നമ്മൾ വാങ്ങുന്ന എല്ലാ ക്ലോത്തിലും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കുറേ നൂലുകൾ കാണാം. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ടൈ ചെയ്ത് വെച്ചാലൊരു സമാധാനം കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ വർക്കെല്ലാം അത്യാവശ്യം ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഇങ്ങനെ ടൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഒരു ലീഫ് കൂടെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ലീഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കുറച്ചുകൂടി, അതായത് നേരത്തെ ഞാനൊരു ഫ്ലവറിൻ്റെ പോർഷൻ, ഈ കാണുന്ന ഫ്ലവറിൻ്റെ പോർഷനാണ് ചെയ്തത്. അപ്പോൾ അത് കുറച്ച് ക്രൗഡഡ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലീഫ് കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുവാണ്. ചില സമയത്ത് ഞാൻ ആലോചിക്കും കേട്ടോ, ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കുറച്ച് ടിപ്സും അതേപോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇടയ്ക്കൊരു ചെറിയ കെട്ട് പോലെ വന്നു. അപ്പോൾ അത് ഞാനൊന്ന് ടേൺ ചെയ്തെടുത്തിട്ട് ക്ലിയർ ചെയ്തെടുക്കുവാണ്. കണ്ടോ? അപ്പോൾ ഈ ലീഫൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ? ഇത് 2x2 ക്ലോത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് എനിക്കൊരു കുർത്തി ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ. എനിക്കറിയില്ല, നോർമലി 2x2 നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2x2 മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കുർത്തി തയ്ക്കുന്ന സമയത്ത് ലൈനിങ് എടുക്കുമ്പോൾ 2x1 ലൈനിങ് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നോർമൽ ലൈനിങ്ങിന് തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിന് 2x1 സെയിം കളർ ലൈനിങ് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് പ്രിൻ്റുള്ള ലൈനിങ് എടുത്താലും കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ഡിസൈനർ കുർത്തി പോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് കളറ് 2x1 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പ്രിൻറ്റഡ് മെറ്റീരിയൽ എടുത്തിട്ട് അത് ലൈനിങ് ആയിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മളൊരു ലീഫ് കൂടി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പം അതിൻ്റെ താഴത്തും ഞാനൊന്ന് പതുക്കെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നെക്സ്റ്റ് ലീഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു തിക്നെസ് ഈ സൈഡിൽ കൂട്ടാൻ തോന്നി. അപ്പോൾ ഒരു സ്റ്റിച്ച് കൂടി ആ സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പെറ്റലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ വർക്ക് എനിക്ക് കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിൽ വിചാരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാരിയൊക്കെ വർക്ക് ചെയ്യാം.
പക്ഷെ ഇച്ചിരി എന്താ പറയുക ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമുക്ക് കഴുത്ത് വേദന പെടൽ വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, ഇത്രയും വലിയ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങളുടെ ടൈം കൂടി നോക്കിയിട്ടൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ലീഫ് ഞാൻ ചെയ്യുവാണ്. നമ്മൾ ലീഫിൻ്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അത് നിങ്ങൾ മറക്കാതിരിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അതേപോലെ നമ്മൾ വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലീഫ് ചെയ്യാനായിട്ടും ഈ സെയിം സ്റ്റിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യാനായിട്ടും ഈ സ്റ്റിച്ച് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുർത്തിയോ അല്ലെങ്കിൽ സാരിയൊക്കെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മളൊരു റഫ് വർക്ക് ചെയ്യാനായിട്ടൊരു ക്ലോത്ത് ഒരു ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതേപോലെ കളർ കോമ്പിനേഷൻ നോക്കാൻ, ത്രെഡിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കാനാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഞാൻ എപ്പോഴും കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ക്ലോത്തിൽ ഈ ഞാൻ ഉദ്ദേശിച്ച കളേഴ്സ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിന് ഭംഗിയുണ്ടോ 2-3 കളേഴ്സ് വെച്ച് നോക്കും. എന്നിട്ട് ഏറ്റവും നല്ല കളർ ഏതാണെന്ന് എനിക്ക് തോന്നിയാൽ അതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ നിങ്ങളിത് വരച്ചിട്ട് ചെയ്ത് നോക്കുക. പറ്റാവുന്നത്ര എന്താ പറയുക ഭംഗിയിൽ ചെയ്യാനായിട്ട് ഞാനും ശ്രമിച്ചിട്ടുണ്ട്. ഈ വർക്ക് ചെയ്യാനായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള കുർത്തി ഇതാണ് കേട്ടോ. ഈ വർക്ക് കണ്ടിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിന് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പ്രിൻറ്റഡ് കുർത്തി കൂടി കാണിച്ചാലേ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.